അങ്ങനെ വീൽചെയർ ജീവിതം എന്നേക്കുമായി അവസാനിച്ചു അല്ലേ നീലേ? അതെ. എന്നാലേ ഈ സന്തോഷത്തിന് കളർ കൂട്ടുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. നീലിന്റെ ഈ തിരിച്ചുവരവ് നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. അതിന് എല്ലാരും കൂടി ഒരു ഔട്ടിങ്ങിന് പോയാലോ? ഒരു ചെറിയ ട്രിപ്പ് എന്താ? അത് നല്ലതാ. എന്റെ കല്യാണം കഴിഞ്ഞാലേ ഉള്ളൂ. നന്ദനിക്കും അതൊരു ചേഞ്ച് ആയിരിക്കും. ട്രിപ്പ് അവർ രണ്ടാളും മാത്രം പോകുന്നില്ലേ നല്ലത്? എന്തിനാ നമ്മൾ അവരുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്ന? അങ്ങനെയൊന്നുമില്ല. ഇത് ഹണിമൂൺ യാത്രയൊന്നും അല്ല. നീലിന്റെ തിരിച്ചുവരവ് നമ്മളൊന്ന് ആഘോഷിക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. നന്ദിനോട് ചോദിക്കാം, അവൾ സമ്മതിച്ച പോവാം. എന്നെ അങ്ങനെയാണോ ഏടത്തി കാണുന്നത്? നന്ദിനിയല്ല, ഞാനാ തീരുമാനിക്കുന്നത്. അല്ല, അവൾക്ക് എന്തെങ്കിലും തോന്നിയാ? ഒന്നും തോന്നില്ല. എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? ഒരു ഔട്ടിങ്ങിന് പോവാൻ പോവാ എല്ലാവരും കൂടി. ഉഗ്രൻ ഐഡിയ. കുറെ നാളെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട്. ആരാ സ്പോൺസർ? ഗിരിയ. പക്ഷെ നീലിന് വേണ്ടിയാ. നീലിന്റെ തിരിച്ചുവരവ് നമുക്കൊന്ന് അടിച്ചു പൊളിക്കണം. എപ്പോഴാ പോന്നേ? ഇപ്പൊ തന്നെ നീ പോയി റെഡിയായിക്കോ. ഒരു 5 മിനിറ്റ്. ഇതാ പറയുന്നത് സ്നേഹമുള്ള ആങ്ങളമാരുണ്ടാവണമെന്ന്. എങ്കിലേ സഹോദരിമാർക്ക് ഇതുപോലുള്ള സന്തോഷങ്ങളൊക്കെ കിട്ടും. ഇപ്പൊ നിങ്ങളും പോയി റെഡിയായിക്കോ. ശരി. ആഹാ, ഇതുവരെ ഒരുങ്ങിയില്ലേ? എന്തിന്? ഔട്ടിങ്ങിന്. സ്പോൺസർ ഗിരിയ. ഔട്ടിങ്ങോ? എന്നോട് പറഞ്ഞില്ലല്ലോ. പറയില്ലല്ലോ, പക്ഷേ അറിയേണ്ടവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. മനസ്സിലായില്ല. നമ്മുടെ സ്വാതിക്കൊരാഗ്രഹം, പുറത്തു പോയി ഭക്ഷണം കഴിക്കണമെന്ന്. ഏട്ടത്തിയുടെ ഏതാഗ്രഹം സാധിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടങ്ങ് നിൽക്കല്ലേ അനിയൻ ഗിരി. ഗിരിയൊക്കെ പറഞ്ഞു. അവര് മാത്രമായിട്ട് പോകുന്ന എങ്ങനെയാന്ന് ചിന്തിക്കുന്നുണ്ടാവും നമ്മളെയൊക്കെ പേരിനൊന്ന് വിളിച്ചത്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി. നിങ്ങൾക്ക് ഇതുവരെ ഒന്ന് പുറത്തു പോകാൻ പറ്റുമോ? ഹണിമൂണിന്റെ സമയമായത്. ആ പരിഗണനെങ്കിലും ഗിരി നിനക്ക് തരണ്ടേ? നീ ആത്മാഭിമാനം ഉള്ളവളാണെങ്കിൽ ഈ ഔട്ടിങ്ങിന് പോകരുത്. ഏട്ടൻ്റെ അനിയനൊക്കെ പോയി വരട്ടെ. എന്ത് ചെയ്യണമെങ്കിൽ ഏട്ടത്തി പറയണം. അതത്ര നല്ല ശീലമല്ലല്ലോ. ഇതിന്നത്തോടെ അവസാനിപ്പിക്കണം. ഗൗരി ചേച്ചി വന്ന് പറഞ്ഞു നന്നായി. അല്ലെങ്കിൽ ഞാൻ ചാടി പുറപ്പെട്ടെ എന്നെ. അതെ, വന്ന് പറഞ്ഞ ഞാനാണെന്നൊന്നും പറയല്ലേ. പാത്തടിച്ച് മർമ്മം നോക്കി തല്ലിക്കളയും. ഇല്ല, പറയില്ല. പാവം വേദ എന്തുമാത്രം അപമാനം സഹിച്ചു. ഇത് തന്നെയായിരുന്നു എപ്പോഴും. സ്വാതിക്ക് എന്താഗ്രഹം തോന്നിയാലും ഗിരിയെ കൊണ്ട് അവള് ചെയ്യിക്കും. അഭിമാനമുള്ള ഏതെങ്കിലും ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുമോ? അങ്ങനെയാ വേദ ഈ വീട്ടിൽ നിന്ന് പുറത്താവുന്നത്. ഇനി എന്റെ മോക്കും ആ ഗതിയൊന്നും ഉണ്ടാവരുത്. നീ ഈ വീട്ടിൽ എല്ലാ കാലവും ഉണ്ടായിരിക്കണം, ഗിരിയുടെ ഭാര്യയായിട്ട്, എന്റെ പ്രിയപ്പെട്ട നാത്തോനായിട്ട്. ഒരു സംശയം ചോദിച്ചോട്ടെ? എന്താ? എന്തുകൊണ്ടാ ഗിരിയേട്ടൻ ഒരടിമയെ പോലെ എടുത്തി അനുസരിക്കുന്നത്? ആർക്കറിയാം. വേദയും ഗിരിയും തമ്മിലുള്ള വഴക്കിന്റെ പ്രധാന കാരണവും ഇത് തന്നെയായിരുന്നു. സ്വന്തം ഭാര്യ പറയുന്ന കേക്കില്ല, ഏട്ടത്തി പറഞ്ഞാൽ കേക്കും. ആർക്കെങ്കിലും സഹിക്കൂ? വേദയെല്ലാം മനസ്സിലാക്കി വന്നപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി. പക്ഷേ നന്ദിനിയുടെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ. വേദയെല്ലാം മനസ്സിലാക്കി വന്നപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി. പക്ഷേ നന്ദിനിയുടെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ. എല്ലാം കൃത്യസമയത്ത് തന്നെ ഞാൻ അറിയിക്കുന്നുണ്ടല്ലോ. വേണ്ടത് വേണ്ടതുപോലെ ചെയ്താൽ എല്ലാം ശരിയാവും. അല്ലെങ്കിൽ അറിയാലോ. എന്നാ ഞാൻ പോട്ടെ, ഗിരി ഇപ്പൊ വരും. ദേ, ഈ ഔട്ടിങ് ഒരു കാരണവശാലും നടക്കരുത്. അതിനു വേണ്ട എല്ലാ തന്ത്രങ്ങളും ആലോചിച്ചു വെച്ചോ.
നന്ദിനി നന്ദിനി എന്തു പറ്റി? നല്ല തലവേദന, തല പൊട്ടിപ്പോകുന്ന പോലെ. കുറച്ചു മുമ്പ് നമ്മൾ കണ്ടതേ ഉള്ളല്ലോ, അപ്പോഴും തലവേദന ഉണ്ടായിരുന്നില്ലല്ലോ. എന്താന്നറിയില്ല, പെട്ടെന്നാ വന്നത്. തലവേദനയൊക്കെ മാറും, നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം. ഞാനില്ല ഗിരിയേട്ടാ, എനിക്ക് വയ്യ. എല്ലാവരും കൂടിയേ പോകുന്നത്, നീ മാത്രം ഇങ്ങനെ വരാതിരുന്ന എങ്ങനെയാ? എനിക്ക് വയ്യെന്ന് പറഞ്ഞില്ലേ? ഛേ, ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവരോട് പറയില്ലായിരുന്നു. ആരോട്? ഏട്ടത്തിയോട്. എന്നോട് ചോദിച്ചിട്ടാണോ പറഞ്ഞത്? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? ഛേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? നിങ്ങൾ പോയിക്കോ, തീരുമാനിച്ചതല്ലേ, അത് മാറ്റണ്ട. ഞാൻ വന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ, അവരെ കൊണ്ടല്ലോ. അവര് വരുന്നത് കൊണ്ടാണോ നീ ഇങ്ങനെ തലവേദന അഭിനയിച്ച് കിടക്കുന്നത്? ഇതാണ് കുഴപ്പം. ഞാൻ എന്ത് ചെയ്താലും കുറ്റം. ഇങ്ങനെ വിഷമിപ്പിക്കാനായിരുന്നെങ്കിൽ എന്തിനെന്നെ കല്യാണം കഴിച്ചത്? എന്റെ അവസ്ഥ പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ഗിരിയേട്ടന്. നിന്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷേ നിന്റെ സ്വരത്തിലൊരു കുത്തലുണ്ട്, അത് വെച്ച് പറഞ്ഞതാ. എങ്കിൽ ഞാൻ ഇനി ഒന്നും പറയാനില്ല. നിങ്ങൾ പോണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പോയിക്കോ, ആഘോഷം മുടങ്ങണ്ട. ഇത് ആഘോഷമൊന്നും അല്ല, നീ എല്ലാം ഭേദമായി, അതുകൊണ്ട് പോവാന്ന് വിചാരിച്ചതാ, അല്ലാതെ നീ കരുതുന്ന പോലൊന്നും അല്ല. അതിന് ഞാനൊന്നും കരുതിയില്ലല്ലോ. വഴക്കിന് ഞാനില്ല, തലവേദനയാണെന്നല്ലേ പറഞ്ഞത്. കിടന്നോ, വേണമെങ്കിലേ കുറച്ച് ബാം കൂടി പുരട്ടിക്കോ, തലവേദന മാറും. ഈ സാരി കൊള്ളാം ഏട്ടാ. കൊള്ളാം. എവിടെ പോകുന്നു? പുറത്തേക്ക്. നീ വരുന്നില്ലേ? ആരും എങ്ങോട്ടും പോകുന്നില്ല. നന്ദിനിക്ക് ഭയങ്കര തലവേദന, അവള് പരിപാടി ക്യാൻസൽ ചെയ്തു. അപ്പൊ ഗിരിയും ക്യാൻസൽ ചെയ്തു. നമുക്ക് വേണമെങ്കിൽ പോവാം, നന്ദിനിക്കുള്ളത് പാഴ്സലും മേടിക്കാം. പാഴ്സലൊന്നും എനിക്ക് വേണ്ട. എനിക്ക് കഴിക്കാനുള്ളത് ഇവിടെ ഉണ്ടല്ലോ, ഞാനത് കഴിച്ചോളാം. എന്നാ ആരും പോകുന്നില്ല, പുറത്തൊക്കെ എപ്പോഴും പോവാലോ. നന്ദിനിയുടെ തലവേദനയ്ക്ക് ഒന്ന് മാറട്ടെ, അപ്പൊ എല്ലാവർക്കും കൂടി പോവാം. ഞാൻ നിങ്ങളൊക്കെ ക്ഷണിച്ചിട്ട് നമുക്ക് പോയിട്ട് വരാം എഴുതി. ഞാനില്ല, ഞാനിവിടെ നന്ദിനിയുടെ കൂടെ ഇരുന്നോളാം. എന്നാ ഇവരോട് ഇരിക്കട്ടെ, നമുക്ക് 3 പേർ കൂടി പോയിട്ട് വരാം. അത് വേണ്ട ഗിരി, നന്ദിനി സുഖമില്ലാതിരിക്കുമ്പോ നീ ഞങ്ങളുടെ കൂടെ വന്നാൽ എങ്ങനെയാ? എനിക്ക് പരാതിയൊന്നുമില്ല. ഏട്ടനും ഏടത്തെയും കൂടെയുള്ള യാത്ര മുടക്കണ്ട ഞാൻ കാരണം. വേണ്ട, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനൊന്നും എനിക്കൊരു കൊതിയുമില്ല. നമുക്ക് വേറൊരു അവസരത്തിലേക്ക് മാറ്റാം. നീ പോയി റെസ്റ്റ് എടുക്ക, തലവേദന ആദ്യം മാറട്ടെ. കണ്ടോ, ഭാര്യയുടെ തലവേദന അല്ല ഗിരിക്ക് പ്രധാനം, അവരെയും കൊണ്ട് പുറത്തു പോവാനാ. ഇതാ ഞാൻ പറഞ്ഞത്, ഗിരി സ്വാതിയുടെ അടിമയാണെന്ന്. അവനെ എത്രയും പെട്ടെന്ന് മോചിപ്പിച്ചില്ലെങ്കിൽ നിന്റെ ഭാവിയെ കഷ്ടത്തിലാവുന്നത്. അതൊന്നുമില്ല, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഗൗരി ചേച്ചി കൃത്യസമയത്ത് വിവരങ്ങൾ എത്തിച്ചെന്നാൽ മാത്രം മതി, അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചോളാം. അത് പിന്നെ തരാതിരിക്കുവോ? ഈ വീട്ടിൽ ആർക്കും നിന്നോട് സ്നേഹമില്ലെങ്കിലും എനിക്കുണ്ട്, ഞാനത് കാണിക്കും. അത് മതി. അവള് മനഃപൂർവ്വം മുടക്കിയതാ. എനിക്കും തോന്നി. ഇത് ശരിയാവുന്ന ലക്ഷണം ഇല്ലല്ലോ സ്വാതി. ഇതിങ്ങനെ വിട്ടാ വേദയെപ്പോലെ ആവും നന്ദിനി. അതിനനുവദിക്കാൻ പാടില്ല. ഞാനൊന്ന് ഉപദേശിച്ചാലോ അവളെ? ഉപദേശം അത് വേണോ? അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുമോ? ഒരു പ്രത്യേക ടൈപ്പാ അവള്. ഉപദേശം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അത് മതി അടുത്ത പ്രശ്നത്തിന്. എന്നുവെച്ചാ ഇത് എത്രയാന്ന് വെച്ച് സഹിക്കും? എന്ത് സന്തോഷത്തോടെയാ ഗിരി യാത്ര തീരുമാനിച്ചത്? ആ സന്തോഷം ഒറ്റ നിമിഷം കൊണ്ട് അവള് കളഞ്ഞില്ലേ? മുളയിലെ നുള്ളിയില്ലെങ്കിൽ അപകടമാ. ഞാനത് നുള്ളു ഏട്ടാ, എനിക്കതിനുള്ള അവകാശമുണ്ട്.
കിടന്നോ. തലവേദനയല്ലേ? പെട്ടെന്ന് ഈ തലവേദന വരാൻ കാരണം എന്താന്ന് എനിക്കറിയാം. ആ കാരണത്തെ അധിക കാലം ഉള്ളിൽ കൊണ്ട് നടക്കാതിരിക്കുന്നതാ നല്ലത്. നടന്ന തലവേദന മാത്രമല്ല, പലതും വരും, മാരകമായ പലതും. പിന്നെ മരുന്ന് കഴിച്ചാൽ പോലും ആ അസുഖങ്ങൾ മാറിയെന്ന് വരില്ല. ഏട്ടത്തി എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നേ? ഇല്ലാത്ത അസുഖം ഞാൻ അഭിനയിക്കുകയാണെന്നാണോ ഏട്ടത്തി കരുതുന്നത്? എന്ന് നിനക്ക് തോന്നിയോ? പിന്നെന്താ പറഞ്ഞതിന്റെ അർത്ഥം? എനിക്ക് തലവേദന വന്നിട്ട് തന്നെയാ ഞാൻ വരാത്തത്, അല്ലാതെ എല്ലാരും കൂടി പോകുന്നത് തടയാനല്ല. എല്ലാവരും കൂടി പോകുന്നത് തടയാൻ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, നീ പഠിപ്പും വിവരമൊക്കെ ഉള്ള പെൺകുട്ടിയല്ലേ. ഇതുപോലുള്ള ചെറിയ പ്രശ്നങ്ങൾക്ക് ഇത്രയും വലിയൊരു ശിക്ഷ തീരുമാനിക്കുന്നത് ശരിയാണോ? ഞങ്ങളുടെ കൂടെ വരാൻ താല്പര്യമില്ലെങ്കിൽ നിനക്കത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഇരു ചെവി അറിയാതെ നിങ്ങൾ രണ്ടുപേരെയും മാത്രം പോകാൻ ഞാൻ അനുവദിക്കുമായിരുന്നല്ലോ. ഏട്ടത്തി, ഞാൻ പുറത്തു പോയി കറങ്ങണമെന്നും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണമെന്നും ഒക്കെ യാതൊരു നിർബന്ധവും ഇല്ലാത്ത ആളാ ഞാൻ. ഏട്ടന്റെ സുഖം ഭേദമായിന്ന് കണ്ടപ്പോ ആ സന്തോഷത്തിൽ ഗിരി പറഞ്ഞതാ പോവാന്ന്. സമ്മതിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. പറ്റിയത് പറ്റി. ഇനി ഞാൻ സൂക്ഷിച്ചോളാം. ഇനി ഒരിക്കലും ഞാൻ കാരണം നിനക്കെങ്ങനെ അസുഖം അഭിനയിച്ച് കിടക്കേണ്ടി വരില്ല. നന്ദിനി, ഒരു അമ്പലനടയിൽ വെച്ചാ നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നേ. ഒറ്റ നോട്ടത്തിൽ തന്നെ നിന്നെ എനിക്കിഷ്ടായി. ഗിരിക്ക് വേറെ പെണ്ണ് കിട്ടാഞ്ഞിട്ടൊന്നുമല്ല നിന്നെ തന്നെ മതിയെന്ന് ഞാൻ നിശ്ചയിച്ചത്. രണ്ടാം കെട്ടുകാരനാണെങ്കിലും നല്ല ഒന്നാന്തരം പെൺകുട്ടിയെ ഞാൻ വിചാരിച്ച കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. നിന്റെ ചെറിയമ്മയുടെ കാശിനോടുള്ള ആർത്തി കണ്ടപ്പോ ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞതാ ഈ ബന്ധം വേണ്ടെന്ന്. ഞാനാ ഇത് മതിയെന്ന് വാശി പിടിച്ചത്. അങ്ങനെ വാശി പിടിച്ചതുകൊണ്ടാ നിനക്കിപ്പോ ഇങ്ങനെ തലവേദന അഭിനയിച്ച് ഇവിടെ കിടക്കാൻ പറ്റുന്നത്. അതിനുള്ള അവസരം കിട്ടിയത്. നമ്മൾ വളർത്തി വലുതാക്കുന്ന നമ്മുടെ മക്കള് തന്നെയാ നമ്മുടെ ഉദകക്രിയ നടത്താറ്. നിന്നീന്ന് ഞാനിത് പ്രതീക്ഷിച്ചിരുന്നില്ല നന്ദിനി. വേണ്ടായിരുന്നു. ഏട്ടത്തി, ഞാൻ മനഃപൂർവ്വം അല്ല. ഗൗരി ചേച്ചി വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ. ആര് വന്ന് പറഞ്ഞപ്പോ? ഗൗരി ചേച്ചി. ഓ, അപ്പൊ അവളാണ് പിന്നില്. അല്ല, വേറൊന്നും പറഞ്ഞില്ല. റെഡിയാവാൻ പറഞ്ഞപ്പോ എന്നോട് ചോദിക്കാതെ തീരുമാനിച്ചോണ്ട് ചേച്ചി എന്നോട് ക്ഷമിക്കണം. ഇനി ഞാനിത് ആവർത്തിക്കില്ല. ആവർത്തിക്കാതിരുന്ന നിനക്ക് കൊള്ളാം. ഒരാളെ നമുക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒരുപാട് കാലം നമ്മൾ ശ്രമിക്കണം. വെറുക്കാനോ ചെറിയൊരു നിമിഷം മതി. ആ വെറുപ്പാണെങ്കിലോ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുകയും ചെയ്യും. അത് ഓർക്കണം എന്ത് ചെയ്യുമ്പോഴും. ഗൗരി, ആ സ്വാതിയോ? ശ്വസനക്രിയ, ഡീപ് ബ്രീത്ത് ചെയ്താ ക്ഷീണം ഒക്കെ മാറും. പോസിറ്റീവ് എനർജിയും കിട്ടും. ഇത് ഇവിടെ ഇരുന്ന് ചെയ്താലേ കിട്ടുള്ളോ അതോ എവിടെ ഇരുന്ന് ചെയ്താലും കിട്ടുമോ? ആ കിട്ടും. വായു എവിടെ ഉണ്ടല്ലോ. എന്നാലേ ഇയാളെ പെട്ടി പാക്ക് ചെയ്തോ. ഇന്ന് സൂര്യൻ അസ്തമിക്കുമ്പോ നിന്നെ ഇവിടെ കണ്ടുപോരുത്. ഞാനെവിടെ പോവും? നിനക്ക് നിന്റെ ഭർത്താവിന്റെ വീടില്ലേ? അവിടെ പ്രശ്നമല്ലേ? അതൊന്നും എനിക്കറിയണ്ട. ഞാൻ പറഞ്ഞ സമയം കഴിയുമ്പോ നിന്നെ ഇവിടെ കണ്ട പിന്നെ നിനക്ക് ശ്വസനക്രിയ ചെയ്യേണ്ടി വരില്ല. പകരം ദഹനക്രിയ ആയിരിക്കും ചെയ്യേണ്ടി വരിക. ശരി, പോവാം. പക്ഷെ ഇങ്ങനെ പറഞ്ഞയക്കാനുള്ള കാരണം എനിക്ക് അറിയണം. എന്ത് പ്രകോപനം ഉണ്ടായിട്ടാ എന്നെ ഇവിടുന്ന് കെട്ടിവെട്ടിക്കുന്നത്? അതെന്റെ വായിന്ന് തന്നെ കേൾക്കണോ നിനക്ക്? നിനക്ക് എന്തിന്റെ കേടാ? ഉപദേശിച്ച് ഒരുത്തിയെ ജയിലിലാക്കി. രണ്ടാമത്തേനെ അത് തന്നെ ചെയ്യാനാണോ പരിപാടി? അതിന് ഞാൻ എന്ത് ചെയ്തു? നീ ഒന്നും ചെയ്തില്ല. എല്ലാം എനിക്ക് മനസ്സിലായി. പണ്ട് ഞാൻ എല്ലാം സഹിച്ചിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. തെറ്റ് ചെയ്യുന്നവരോട് ഒരു ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറല്ല.
അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തുന്നാ? നീ തെറ്റ് ചെയ്തല്ലോ, അത് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. കൂടുതൽ വിശദീകരണം ഒന്നും വേണ്ട. പെട്ടിയും കിടക്ക എടുക്കുക, വേഗം സ്ഥലം വിടുക. എനിക്കാണെങ്കിൽ ആരെങ്കിലും തല്ലണോന്ന് തോന്നിയാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിന്നെ ആവാതിരിക്കാൻ നോക്കിയാ നിനക്ക് കൊള്ളാം. ദേ സ്വാതി, ഞാൻ നന്ദിനോട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. റെഡി ആവാൻ പറഞ്ഞു. അപ്പൊ അവള് ചോദിച്ചു എന്തിനാന്ന്. ഞാൻ പറഞ്ഞു നമ്മൾ ഔട്ടിങ്ങിന് പോവാന്ന്. അപ്പോ അവള് പറഞ്ഞു അറിഞ്ഞില്ലല്ലോന്ന്. ഇപ്പൊ അറിയുമെന്ന് ഞാനും പറഞ്ഞു. പിന്നെ നീ അടുക്കളയിൽ കയറി 2 കിലോ എണ്ണ എടുത്തോണ്ട് വന്ന് അവളുടെ മനസ്സിൽ തീയിൽ ഒഴിച്ചു കൊടുത്തു. അതങ്ങനെ കിടന്ന് കത്തി. പിന്നെ തലവേദനയായി. ഔട്ടിങ് മുടങ്ങി. അയ്യോ, ഔട്ടിങ് മുടക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് എനിക്കും കൂടെ സന്തോഷം തരുന്ന കാര്യമല്ലേ. ഞാനത് മുടക്കുവോ? നീ മുടക്കും. മുടക്കിയതിനല്ല നിന്നോട് ഞാൻ പോവാൻ പറഞ്ഞത്. ഇനി മുടക്കാതിരിക്കാന്. പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ചെയ്യാനുള്ളത് നീ ചെയ്യണം. അല്ലെങ്കിൽ അറിയാലോ, ഒരു മയോ ഇല്ലാതെ ആയിരിക്കും ഞാൻ തല്ലുന്നത്. പിന്നെ കൈ ഒടിഞ്ഞു നടു ഒടിഞ്ഞു എന്നൊന്നും പറഞ്ഞ് കരഞ്ഞേക്കരുത്. സ്വാതി പ്ലീസ്. നോ, നോ കോംപ്രമൈസ്. ഫസ്റ്റ് ഒബേ, ദെൻ ക്വസ്റ്റ്യൻ. ഓക്കെ? അയ്യോ ദൈവമേ, ഇംഗ്ലീഷോ? ഇവിടുത്തെ പഠിച്ചു? എന്താ വായിൽ പ്ലാസ്റ്റർ ഒക്കെ ഒട്ടിച്ച്? അത് മാരിയുടെ സംസാരിക്കണേ. ഇനി മുതൽ ഞാൻ ഇങ്ങനെയാ നടക്കാം. എനിക്ക് കഷ്ടകാലം നീലേ. നിനക്ക് കഷ്ടകാലമാണെന്നാണോ നീ കഷ്ടകാലാണെന്നാണോ? രണ്ടും ശരിയാ. കളിയാക്കിക്കോ കളിയാക്കിക്കോ. എന്നെ എന്ത് പറഞ്ഞാലും ചെയ്താലും ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലല്ലോ. എന്തായി തിരിച്ചു പോകുന്ന കാര്യം? അത് പറയാനും ഞാനിപ്പോ വന്നത്. ഞാൻ ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നു എന്നാണല്ലോ സ്വാതിയുടെ പരാതി. പരാതിയല്ല, അതാണ് സത്യം. ഞാൻ എന്ത് പറഞ്ഞാലും സ്വാതി ഇതൊന്നും വിശ്വസിക്കൂല. അതുകൊണ്ടാ ഞാൻ ഇനി ആരോട് മിണ്ടത്തില്ലെന്ന് തീരുമാനിച്ച്. ഏത് നേരം ഞാൻ ദേ പ്ലാസ്റ്റർ ഒടിച്ചോണ്ട് നടക്കും. ആരെന്ത് ചോദിച്ചാലും മറുപടി ആയിട്ട് ഞാൻ ഒന്നും പറയാൻ വരില്ല. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഇത്ര ബുദ്ധിമുട്ടിയും സഹിച്ചും ഇവിടെ നിൽക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാ ഭർത്താവിന്റെ വീട്ടിൽ പോയി അന്തസ്സായിട്ട് നിൽക്കുന്നത്. അതവിടെ വെച്ചേ. സ്വാതി ആ വീട്ടിലോ അന്തസ്സോടെയോ? എന്റെ സ്വാതി, വേദ പോയിടത്തേക്ക് എന്നെ പറഞ്ഞു വിടാനാണോ പ്ലാൻ? സ്വാതിക്കൊരു കാര്യം അറിയോ? ഏതോ ഭ്രാന്താശുപത്രിയിൽ നിന്ന് ചാടിപ്പോന്നതാ രാജീവിന്റെ അമ്മ. തലയുടെ പീരി അല്പം ഇളകിയിരിക്കുന്നതുകൊണ്ട് എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നീ തിരിച്ചും പറയുന്നുണ്ടാവുമല്ലോ. ആരായാലും പറഞ്ഞു പോവും. എന്റെ സ്ഥാനത്ത് സ്വാതി ആയിരുന്നെങ്കിലേ ഇപ്പൊ അവരെ ആട്ടുകളിലിട്ട് ആട്ടി ദോശ ചുട്ടെടുത്തേനെ. എനിക്ക് അവിടെ പോണ്ട. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇവിടെ ആണെങ്കിൽ എനിക്ക് മനസ്സമാധാനമുണ്ട്. ഞങ്ങൾക്ക് പക്ഷെ അതില്ല. ഇനിയൊരു മണ്ടത്തരം ഇവിടെ സംഭവിക്കാൻ ഞങ്ങൾ കൂട്ടു നിൽക്കില്ല. വേദയുടെ കാര്യത്തിൽ പറ്റിയത് നന്ദിനിയുടെ കാര്യത്തിൽ പറ്റരുതെന്ന് ഞങ്ങൾക്ക് നല്ല നിർബന്ധമുണ്ട്. അതൊക്കെ എനിക്കും അറിയാം. ഞാൻ അതിന് എന്ത് ചെയ്തുന്നാ? ചെയ്തതൊക്കെ നന്ദിനി പറഞ്ഞു. അയ്യോ, അവള് നുണ പറയുന്നതാ. എന്നാ വിളിച്ചെടുത്ത് ചോദിക്കാം. അതൊന്നും വേണ്ട. പുതുപ്പെണ്ണല്ലേ, വെറുതെ എന്തിനാ അതിന്റെ മനസ്സിൽ തീ കോരിയിടുന്നേ? സാവധാനം നമുക്ക് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം. അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിച്ചോളാം. നിന്റെ സഹായം ആവശ്യമില്ല. പ്ലീസ് സ്വാതി, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടല്ലേ. ഈ ഒരു തവണത്തേക്കും കൂടി എന്നോടൊന്ന് ക്ഷമിക്ക്. ഇനി ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഉണ്ടാക്കിയാലോ? ആ നിമിഷം എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോ. വേണമെങ്കിൽ 2 അടിയും തന്നു. അതെന്തായാലും തരും. പക്ഷെ ഒരു കാര്യം, ഇനി നിന്നെ കുറിച്ച് എന്തെങ്കിലും പരാതി കേട്ടാ കേക്കൂല. ദേ ഈ പ്ലാസ്റ്റർ ആണ് സത്യം. നിന്റെ സത്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നോക്കട്ടെ, പോക്ക് ശരിയല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. അതൊന്നും വേണ്ടി വരത്തില്ല, ഉറപ്പ്. താങ്ക് യു. വലിയ ഉപകാരം. എവിടെ? അവള് മാറാനൊന്നും പോകുന്നില്ല. നമുക്ക് നോക്കാം.
ഇന്ന് മഴ പെയ്യും. എത്ര ദിവസമായെന്ന് കണ്ടിട്ട്. ഭയങ്കര തിരക്കിലാന്ന് തോന്നുന്നു. തിരക്കായിരുന്നു. എന്താണ് വല്ല പ്രേമത്തിലും ചെന്ന് കുരുങ്ങിയോ? ഞാനോ? പ്രേമത്തിലോ? അത്രയും ബുദ്ധിയില്ലാത്ത പെൺപിള്ളേര് ഈ നാട്ടിലുണ്ടോ? രാഹുൽ എണ്ണ എന്താ കുഴപ്പം? അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഞാൻ ആദ്യം വന്ന കാര്യം പറയാം. കല്യാണമാണ്. ആ, ഞാൻ പറഞ്ഞില്ലേ, ഈ മുഖം കണ്ടപ്പോഴേ കല്യാണ സദ്യയുടെ മണം എന്റെ മൂക്കിന്റെ തുമ്പിലെത്തി. ആ നന്ദിനി, ഇത് രാഹുലേട്ട്. ഹായ്. രാഹുലേട്ടാ, ഇത് അറിയാം, ഗിരിയുടെ വൈഫല്ലേ? കുട്ടിയുടെ ഭാഗ്യാട്ടോ ഈ വീട്ടിൽ വരാൻ പറ്റിയത്. സ്വാതി കൂടെ ഉള്ളതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. അല്ലെങ്കിൽ പേടിക്കണായിരുന്നോ? എന്ന് ചോദിച്ചാ ഒരു വീടാവുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ. സ്വാതി ഉള്ളിടത്ത് അതുണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ, സ്വാതി ഭക്തനാണെന്ന് തോന്നുന്നു.